നിലമ്പൂരിന്റെ കണ്ണീരോർമ്മ അനന്തു. ഒരു മനുഷ്യന്റെ പണക്കുതി, ഒരുപക്ഷെ പണക്കുതി ആയിരിക്കില്ല, അയാളുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗമായിരുന്നിരിക്കാം കെണി വെച്ച് പന്നിയെ പിടിക്കുക, പന്നി ഇറച്ചി വിറ്റ് ജീവനോപാധി നേടുക. അങ്ങനെ ആയിരിക്കാം അയാൾ ചെയ്തത്. അപ്പോൾ അയാൾ വലിയ കുറ്റക്കാരനാണോ? തീർച്ചയായിട്ടും കുറ്റക്കാരനാണ്. കാരണം ആരുടെ ജീവനും അപകടത്തിലാകാൻ പറ്റുന്ന കെണിയാണ് പന്നിക്ക് വേണ്ടി ഒരുക്കുന്ന കെണി. അത്തരം ഒരു കെണി ഒരുക്കിയല്ല സ്വന്തം ജീവസന്ധാരണം നേടിയെടുക്കേണ്ടത്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അയാള് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കെണി തന്നെയാണ് ഒരുക്കിയിരുന്നത്. അത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും കൂടി എന്നൊരു വ്യത്യാസം മാത്രം. അതേ സമയത്ത് ഈ വിവരം അറിഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിന്, അതായത് ഇയാള് സ്ഥിരമായിട്ട് ഇങ്ങനെ കെണി വെച്ച് പന്നിയെ പിടിക്കാറും പന്നി ഇറച്ചി വിൽപ്പന നടത്താറുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവര്, അവര് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഈ വിവരം അറിയിച്ചിരുന്നു. അത്രേ അറിയിച്ചിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല, അഥവാ ഒട്ടുമേ ശ്രദ്ധിച്ചില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു അത്യാഹിതം, അതായത് രാത്രി ആയി കഴിഞ്ഞാൽ പുഴയിലേക്ക് ആരും ഇറങ്ങില്ല, അതായത് ജലസ്രോതസ്സുകളിലേക്ക് ആരും ഇറങ്ങിച്ചെല്ലില്ല എന്നൊരു തെറ്റിദ്ധാരണ ഏത് കാലത്താണ് ഉണ്ടായത് എന്ന്. കബനിയിൽ രാത്രി 8 മണിക്ക് പോയി കുളിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് രാത്രി 8 മണി സമയത്ത് ഒരു ജലസ്രോതസ്സിൽ കെണി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാതെ തരമില്ല. ഏതായാലും ആ ഒരു സാഹചര്യത്തില് പെട്ടു. നമ്മുടെ അനന്തു നഷ്ടപ്പെട്ടു. അനന്തു എത്ര നല്ലവനായിരുന്നു, എത്ര മിടുക്കനായിരുന്നു. അവന്റെ ഒപ്പം പഠിച്ച കുട്ടികളുടെ കണ്ണീർ പ്രവാഹത്തിൽ നിന്ന്, അവരുടെ മുഖത്തെ ആ ദൈന്യഭാവത്തിൽ നിന്ന്, അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ സങ്കടത്തിൽ നിന്ന്, അവർ പറയുന്ന കഥകളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അതായത് വരുന്ന തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമായിരുന്ന നല്ലവരിൽ നല്ലവനായ ഒരു 10ാം ക്ലാസ്സുകാരൻ ആയിരുന്നു അനന്തു എന്ന്. അങ്ങനെ ആ അനന്തുവിന്റെ ജീവിതം പൊലിഞ്ഞു. അത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കേണ്ടതാണ്, ഭരണകൂടത്തിന്റെ മനസാക്ഷിയെയും ഞെട്ടിക്കേണ്ടതാണ്. പക്ഷെ ഭരണകൂടം അവിടെയും ഒരു തന്ത്രം കണ്ടുപിടിച്ചു. എന്താണ് ആ തന്ത്രം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് മനഃപൂർവമായിട്ട് പാർട്ടിയെ തോപ്പിക്കാൻ വേണ്ടി ആരോ കെണി വെപ്പിച്ചതാണ് എന്ന രീതിയിലുള്ള ഒരു ധ്വനിയാണ് മന്ത്രിയുടെ സംസാരത്തിൽ ഉണ്ടായത്. ആ മന്ത്രിയെ പറ്റി നമുക്ക് എന്ത് പറയാനാണ്? അതായത് മുട്ടിൽ മരമുറി, അദ്ദേഹം അറിഞ്ഞില്ല പോലും. അതുപോലെ സുഗന്ധഗിരി മരമുറി, അതൊക്കെ വയനാട് ജില്ലയിൽ സംഭവിച്ചതാണ്. വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ് നിലമ്പൂർ എന്നതുകൊണ്ടാണ് വയനാട് ജില്ലയിലെ കാര്യം ഞാൻ ഈ കൂട്ടത്തില് പറഞ്ഞത്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് നമ്മളിപ്പോ ഈ വന്യമൃഗ മനുഷ്യ സംഘർഷ മേഖലയായിട്ട് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ 20 പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉള്ളതിൽ 14 എണ്ണവും ഇതുപോലെ വന്യമൃഗ മനുഷ്യ സംഘർഷ സാധ്യതയുള്ളത് എന്നല്ല, നിരന്തരം വന്യമൃഗ മനുഷ്യ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലകളാണ്. അതില് ഒന്ന്, അത് ഏതൊക്കെയാണ്? ഈ 14 എണ്ണം. ഞാൻ ആ 14 എണ്ണത്തിന്റെ പേര് പറയാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്. അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ആലത്തൂർ, വടകര, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, ചാലക്കുടി, പാലക്കാട്, മാവേലിക്കര, പത്തനംതിട്ട, കൊല്ലം, ആറ്റിങ്ങൽ. ഈ 14 മണ്ഡലങ്ങൾ, ഈ 14 മണ്ഡലങ്ങളിൽപ്പെട്ട ചില പ്രധാനപ്പെട്ട മേഖലകളാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ മനുഷ്യ സംഘർഷമുള്ള മേഖലകൾ. അപ്പൊ ഇങ്ങനെയുള്ള ഈ മേഖലകൾക്ക് വേണ്ടി, ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ആരോ മനഃപൂർവ്വം ഭരണപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി കെണിവെച്ചതാണ് എന്നൊക്കെ മന്ത്രി പുങ്കവന്മാർ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇവരൊക്കെയും കൂടി എന്തൊക്കെ ചെയ്തു വന്യമൃഗ മനുഷ്യ സംഘർഷം കുറയ്ക്കാൻ വേണ്ടി. അതായത് ഈ അടുത്ത കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരു 10, 12, 15 വർഷമൊക്കെ ആയി കാണും വന്യമൃഗ മനുഷ്യ സംഘർഷം വർദ്ധിച്ചു വരികയാണ്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു വല്ലപ്പോഴും ഒക്കെ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇതൊരു തുടർക്കഥയായിട്ട് മാറുകയാണ്. ഇങ്ങനെ ഈ കഥ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് 2016-17 ബജറ്റില് ഡോക്ടർ തോമസ് ഐസക് ഒരു സ്കീം കൊണ്ടുവന്നു. എന്തായിരുന്നു ആ സ്കീം?
1,00,000 മുളം തൈകൾ വച്ചു പിടിപ്പിക്കും. ആർക്കാണ് മുള ഇഷ്ടമായിട്ടുള്ളത്? അറിയാമല്ലോ, ആനയ്ക്കാണ് മുള ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിട്ടുള്ളത്. ഇന്ത്യ, പ്രത്യേകിച്ച് വയനാട് ജില്ല, ബാംബുവിന്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുളയുള്ള ഒരു ജില്ലയായിരുന്നു വയനാട് ജില്ല. അപ്പൊ വയനാട് ജില്ലയുടെ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ് നിലമ്പൂർ എന്ന്. അപ്പൊ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി നിന്നുള്ള മുളയായിരുന്നു മാവൂർ റയൺസിന്റെ റോ മെറ്റീരിയൽ. ആ മാവൂർ റയൺസ് വളരെ ലാഭകരമായി ദശാബ്ദങ്ങളോളം കോഴിക്കോട് പ്രവർത്തിച്ചു. മുളയെല്ലാം വെട്ടി ഉപയോഗിച്ച് തീർന്നു. മുള വച്ച് പിടിപ്പിക്കുന്നതില് ഒരു ഗവൺമെന്റും, അതായത് ഏത് LDF ഗവൺമെന്റ് ശ്രമിച്ചില്ല, UDF ഗവൺമെന്റ് ശ്രമിച്ചില്ല. അവർക്ക് ആവശ്യപ്പെടാമായിരുന്നു, ഗവൺമെന്റാണ് മാവൂർ റയൺസിന് അതിന്റെ ഇത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ വെട്ടുന്ന മുളയ്ക്ക് പകരം മുള വെച്ച് പിടിപ്പിക്കണം എന്ന ഒരു ഉപാധി കൂടി അതിന്റെ കൂടെ വെക്കണമായിരുന്നു. അങ്ങനെ ഒരു ഉപാധി വെച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? മുള വെട്ടി തീർന്നു. മുള വെട്ടി തീർന്നതോടുകൂടി മാവൂർ റയൺസ് പൂട്ടിപ്പോയി. അവിടുത്തെ തൊഴിലാളികൾ തൊഴിലില്ലാത്തവരുമായി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊന്നുമല്ല സങ്കടകരമായി തീർന്നത്. മുള ഇല്ലാതായതോടുകൂടി കാട്ടാന കൂട്ടം കൂട്ടമായി നാട്ടും പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, തീറ്റി തേടി. ഒരിക്കൽ ഒരു ഫോറസ്റ്റ് ഓഫീസർ തന്നെ ചാനലിന് മുൻപിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഒരു നല്ല വാഴ അതുപോലെ തന്നെ ആനയ്ക്ക് തിന്നാൻ കിട്ടുകയാണെങ്കിൽ കുറെ ദിവസങ്ങളിലേക്കുള്ള അന്നമായി ആനയ്ക്ക് എന്ന്. അപ്പൊ അത്ര പ്രിയപ്പെട്ടതാണ് വാഴ. നമുക്കറിയാം, നോർത്ത് വയനാട് ജില്ലക്കാരിയാണ് ഞാന്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കാട്ടാന, ചക്ക, പ്ലാവ്, അതുപോലെ തന്നെയാണ് കോക്കനട്ട് ട്രീ, അതായത് തെങ്ങ്, കൈത്തെങ്ങോ, അതായത് കാച്ചു തുടങ്ങിയതോ, തുമ്പിക്കൈ എത്തുന്നിടത്ത് തേങ്ങയുടെ എന്തുണ്ടോ അതൊക്കെ ആന ഇഷ്ടഭോജ്യമായിട്ട് കൊണ്ടുപോയി കളയും. അതുപോലെ തന്നെയാണ് ചക്ക. അപ്പൊ ചക്ക, പ്ലാവ് കായ്ക്കുന്ന കാലമാകുമ്പോഴത്തേക്കും, അന്നൊന്നും എന്റെ കുട്ടിക്കാലത്തൊന്നും ഞങ്ങളുടെ പറമ്പില് ആന കയറി വരികയോ ചക്ക മോഷ്ടിക്കുകയോ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആന ധാരാളം ഉണ്ടായിരുന്നതാണ് റിസർവ് വനങ്ങളില്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ മാവൂർ റയൺസിന് വേണ്ടി ഇല്ലി എന്ന് വെച്ചാൽ മുളയെല്ലാം വെട്ടി തീർന്നതോടുകൂടി മാവൂർ റയൺസ് പൂട്ടിപ്പോയി. അത് പക്ഷേ ആന മനുഷ്യരുടെ ഇടയിലേക്ക്, കൃഷി ഇടങ്ങളിലേക്ക് തീറ്റി തേടി വാഴക്കൃഷി നശിപ്പിക്കുന്നു, കരിമ്പ് കൃഷി. എവിടെ വയനാട്ടിൽ ധാരാളം കരിമ്പ് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരൊറ്റ കരിമ്പിൻ തോട്ടം ഇപ്പോ ആർക്കും അവിടെ കാണാൻ പറ്റില്ല. കാരണം ആനയെ പേടിച്ചിട്ട് ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ എന്നൊരു ചൊല്ലി കേട്ടിട്ടുണ്ടാകുമല്ലോ നാട്ടിൻ പുറത്തുള്ള. അതായത് കരിമ്പിൻ കാട്ടിലേക്ക്, തോട്ടത്തിലേക്ക് ആന കയറി വന്നാല് ഒരു കഷ്ണം പോലും ഇട്ടേക്കാതെ മുഴുവനും നശിപ്പിക്കുകയല്ല, അവൻ സ്വന്തം ഭക്ഷണമാക്കി തീർത്തിട്ടേ പോവുകയുള്ളൂ. അതാണ്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പൊ അവിടുത്തെ കരിമ്പിൻ തോട്ടങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ഒന്നും തന്നെ, അതായത് ഇപ്പൊ നാട്ടിൻ പുറത്തേക്ക് കടന്നാൽ തന്നെ ആനയ്ക്കും ഇഷ്ടം പോലെ തീറ്റി കിട്ടാനില്ലാത്ത രീതിയായി. ആന വരുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യർ കൃഷി ചെയ്യാൻ തന്നെ മടിക്കുന്ന ഒരവസ്ഥയായി. അപ്പോ ഇതിനൊക്കെ പരിഹാരം, ഒരു ചെറിയ പരിഹാരത്തിന്റെ ആരംഭമായിരുന്നു 2016 ബജറ്റിലെ ഡോക്ടർ ഐസക് കൊണ്ടുവന്ന 1,00,000 മുളം തൈകൾ വച്ചുപിടിപ്പിക്കുക. അന്ന് ബജറ്റിന്റെ ഡിസ്കഷൻ വേളയിലൊക്കെ ഞാൻ അതിനെ വളരെ ശ്ലാഘിച്ച് സംസാരിച്ച കൂട്ടത്തിലാണ്. കാരണം ഇത് ആനശല്യത്തിന് നല്ല ഒരു അറുതി വരുത്തും എന്ന്. അങ്ങനെ പക്ഷെ ഒരു മുളം തൈ പോലും വെച്ചു പിടിപ്പിച്ചതായിട്ട് ഇതുവരെ 2016-17 തൊട്ട് 25-26 ബജറ്റ് വരെ LDF ഇപ്പൊ കൊണ്ടുവന്നു. പക്ഷെ ഇതുവരെ ഒരു മുളം തൈയും വെച്ചു പിടിപ്പിച്ചതായിട്ട് കാണാനില്ല. ഇത് തന്നെയാണ് പലപ്പോഴും പാർട്ടികൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, ബജറ്റ് വഴി വരുന്ന പ്രഖ്യാപനങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, വയനാട്ടിൽ തന്നെ അതായത് കടമല അടുത്ത് കുറുവാദ്വീപിന് സമീപം രണ്ടോ മൂന്നോ പേരെയാണ് ഒരു 5-6 മാസത്തിനകം ആന കൊന്നത്. അതുപോലെ തന്നെ അതിനെ ഇപ്പൊ ഈ അടുത്തിടെയാണ് മേപ്പാടി ഭാഗത്ത്, അതുപോലെ കൽപ്പറ്റയുടെ ഭാഗമാണ് മേപ്പാടി, ആ ഭാഗത്തൊക്കെ എത്രയോ പേരെ ആന ചവിട്ടി കൊന്നത് നമുക്കറിയാം. ഇനി അതുപോലെ പുലി, കടുവ, കാട്ടുപോത്ത്, ഏതെല്ലാം തരത്തിലുള്ള വന്യമൃഗ സംഘർഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബജറ്റ് ഡിസ്കഷൻ സമയത്ത്, പ്രീ ബജറ്റ് ഡിസ്കഷൻ സമയത്തൊക്കെ
ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇത് നോട്ടായിട്ട് അയച്ചു കൊടുത്തിരുന്നു. അതായത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച്, അതായത് ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തില് പണം ഉപയോഗിച്ച് മതിൽ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിസിക്കൽ ക്രൈസിസ് ആണ്, ധനപ്രതിസന്ധി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടുവായിടും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രത്യേകത? MGNREGP മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ പ്രത്യേകത 90% പൈസ കേന്ദ്രവും 10% പൈസ മാത്രമാണ് സംസ്ഥാനം ചെലവഴിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആ പദ്ധതിயின் കീഴിലേക്ക് ഈ പറയപ്പെട്ട മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കൊണ്ടുവരിക. ഒന്നാമത് ചെയ്യേണ്ടത് വനത്തിൽ വന അന്തരീക്ഷം സൃഷ്ടിക്കുക. വനത്തിൽ ഇപ്പൊ വെള്ളമില്ല, വനത്തിൽ ചെടികളില്ല, വനത്തില് മറ്റൊന്നും കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കിട്ടാവുന്ന ഒക്കെ മനുഷ്യരുടെ കയ്യേറ്റം കൊണ്ടും, അതായത് മനുഷ്യർ കയറി ഇറങ്ങി അവിടെയുള്ളതെല്ലാം പിന്നെ വലിച്ചു പറിച്ചു കൊണ്ടുവന്ന് അവര് പണക്കാരാകാൻ നോക്കുന്നു, തടി വെട്ടിയെടുക്കുന്നു. അതാണല്ലോ മുട്ടിൽ മരമുറിയും സുഗന്ധകരി മരമുറിയും ഒക്കെ നമ്മുടെ തൊട്ടു മുമ്പിലുള്ള മരമുറി കേസുകളാണ്. ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ നടന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് വനം ഒരു വനമല്ലാതെ ആയ രീതിയിലായി. അതുകൊണ്ടാണ് കാട്ടുമൃഗങ്ങൾ ഒന്നടങ്കം മനുഷ്യവാസ മേഖലകളിലേക്ക് വരേണ്ടി വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് അവിടെ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഏത് മൃഗത്തിന് എപ്പോഴും വന്ന് വെള്ളം കുടിച്ച് കയറി പോകാൻ പറ്റുക. വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതോടൊപ്പം കുറെ വാഴകൾ നട്ടുപിടിപ്പിക്കാം, കുറെ മുളന്തൈകൾ നട്ടുപിടിപ്പിക്കാം. അങ്ങനെ വന്യമൃഗങ്ങളെ ആകർഷിക്കത്തക്ക അവരുടെ തീറ്റയായി ഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ തരം സാധനങ്ങളും അവിടെയൊക്കെ കുറെ നട്ടുപിടിപ്പിക്കുക. അതുപോലെ തന്നെ സോളാർ ഫെൻസിങ് പ്രശ്നം പ്രയോജനകരമല്ല. കാരണം നമുക്കറിയാം ആനയുടെ കൊമ്പ് എന്താ പറയുക, ഒരു തരത്തിലും നോൺ കണ്ടക്ടർ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവര് പിന്നെ സോളാർ ഫെൻസിങ് ഒക്കെ കൊണ്ടുവന്ന് അതൊക്കെ തട്ടി തെറിപ്പിച്ച് നശിപ്പിച്ചു കളയും ആന. സാധാരണ രീതിയിലുള്ള സോളാർ ഫെൻസിങ് ഒന്നും ആനയുടെ മുൻപില് മുട്ടുമടക്കാതിരിക്കുകയില്ല. പിന്നെ ചെയ്യാവുന്നത് ഗുണ്ടൽപേട്ട് മോഡൽ മതിലുകൾ കെട്ടുക. എന്താണ് ഈ ഗുണ്ടൽപേട്ട് മോഡൽ മതിലുകളുടെ പ്രത്യേകത? അത് ഗുണ്ടൽപേട്ട് വരെ പോകട്ടെ. കൃഷിമന്ത്രി നമ്മുടെ വനമന്ത്രിയോട് പറഞ്ഞു അത്യാവശ്യമായിട്ട് ഗുണ്ടൽപേട്ട് പോയിട്ട് അവിടുത്തെ മതിൽ എന്താ, കർണാടക എങ്ങനത്തെ മതിലാ കെട്ടിയിരിക്കുന്നത്. നമ്മുടെ പാലക്കാട് IITയുടെ എക്സ്പെർട്ട് ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ടാണ് ആ ഗുണ്ടൽപേട്ട് മോഡൽ മതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മതിൽ ഉണ്ടാക്കിയതിന് ശേഷം എന്താണ് അഡ്വാൻറ്റേജ്? പുലി, കടുവ, മറ്റതുപോലെയുള്ള ഒരു മൃഗവും, കാട്ടുപോത്ത് പോലെ യാതൊരു മൃഗവും അപ്പുറത്ത്, ഈവൻ കുരങ്ങ് പോലും മതിൽ ചാടി അപ്പുറത്ത് എന്ന് മനുഷ്യരെ ദ്രോഹിക്കുകയില്ല. അതാണ് ഗുണ്ടൽപേട്ട് മോഡൽ മതിൽ എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള മതിൽ കെട്ടുക. അങ്ങനെയാകുമ്പോഴത്തേനും നമുക്കറിയാം പുലിപ്പേടിയിലാണ് വയനാട് ജില്ല, പുലിപ്പേടിയിലാണ് പിന്നെ ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ലയൊക്കെ. അപ്പൊ ആ പുലി, കടുവ ഇവയുടെ ഒക്കെ പേടിയില്ലാതെ ആക്കാൻ മുഴുവൻ സ്ഥലങ്ങളിലും മതിൽ കെട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ സാധ്യതകളുള്ള മേഖലകളിലൊക്കെ മതിൽ കെട്ടാവുന്നതാണ്. പിന്നെ ആനയുടെ മതിൽ കെട്ടുന്നതും ആനയെ പിന്നെ തടഞ്ഞു നിർത്താൻ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു മാർഗം ട്രഞ്ച് ഉണ്ടാക്കുക. ഇപ്പൊ സാധാരണ രീതിയിൽ ആദ്യം പാലക്കാട്, വയനാട് ഒക്കെ ട്രഞ്ച് കേന്ദ്ര ഗവൺമെന്റ് പണം കൊണ്ട് ട്രഞ്ച് ഉണ്ടാക്കിയിരുന്നു. ആ ട്രഞ്ച് നിർമ്മിച്ചത് അപ്പോഴും തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ടാണ് ട്രഞ്ച് ഉണ്ടാക്കിയത്. പക്ഷെ അതൊന്നും കോൺക്രീറ്റ് ട്രഞ്ചുകളായിരുന്നില്ല. അപ്പൊ ആനയും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും നടന്നും ചാടിയും ഒക്കെ അവസാനം ആ ട്രഞ്ച് അങ്ങ് നികന്നു പോകും. അങ്ങനെ ആദരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാന്തരം കോൺക്രീറ്റ് ട്രഞ്ചുകൾ ഉണ്ടാക്കുക. അങ്ങനെയാവുമ്പോൾ ആനയുടെ ചാട്ടം മാത്രമല്ല, ഒട്ടും മിക്ക മൃഗങ്ങൾക്കും ചാടിക്കടന്നു വരാൻ പറ്റാത്ത രീതിയിലാകും അങ്ങനെ ട്രഞ്ചൊക്കെ ഉണ്ടാക്കിയാൽ. ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യരെ സംരക്ഷിക്കുക. മനുഷ്യരെ മാത്രമല്ല അപ്പൊ സംരക്ഷിക്കുന്നത്, വനത്തിൽ വനാവസ്ഥ, വനത്തിന്റെ പരിസ്ഥിതി സൃഷ്ടിക്കുന്നതോടെ വന്യമൃഗങ്ങൾക്കുള്ള ആഹാരം അവിടെ തന്നെ ലഭ്യമാകും. ആ ഒരവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ തന്നെ വളർന്നുകൊള്ളും. നമ്മൾ അതിലായിട്ട് കയറാതിരുന്നാൽ മതി. ഫോറസ്റ്റേഴ്സ് അവരുടെ അധികാരം ഉപയോഗിച്ചാൽ മതി. അത് നമുക്കറിയാം. ഫോറസ്റ്റേഴ്സ് അവരുടെ അധികാരം ഉപയോഗിച്ചാൽ നമ്മുടെ MLA ചെന്ന് അവരെ ചീത്ത വിളിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. അതൊക്കെ ഓരോരുത്തർക്കും ഒരു വര വേണം. ആ വരയ്ക്കകത്ത് തന്നെ നിൽക്കണം. MLA ആകട്ടെ, MP ആകട്ടെ, ആരുമാകട്ടെ, അവനവന്റെ ഡ്യൂട്ടി ചെയ്യാതെ മറ്റുള്ളവരുടെ മേൽ മെക്കിട്ട് കയറാൻ പോകുന്ന ആരെയും ജനം വെറുതെ വിടരുത്. അങ്ങനെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ
വച്ച് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു വലിയ പരിധി വരെ വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന് അറുതി വരുത്താൻ പറ്റും. വന്യമൃഗങ്ങളെ കൊന്നൊടുക്കണം എന്ന വാശി നമുക്ക് വേണ്ട. പക്ഷെ പന്നികളെ ക്ഷുദ്രജീവിയായിട്ട് കാണണം, കൊല്ലുക തന്നെ വേണം. അതും പക്ഷെ എല്ലാ പന്നികളെയും കൊന്നൊടുക്കേണ്ട. ഞാൻ അമേരിക്ക വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടതാണ്. ഈ മാനുകൾ ധാരാളമായി പെറ്റുപെരുകി ധാരാളമായി മെയിൻ റോഡുകളിലൊക്കെ വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ചാടി കടന്നു വരും. അപ്പൊ ഇടിച്ചു കൊന്നാൽ അത് വലിയ കുറ്റമാണ്. അത് കാരണം കൊണ്ട് ആ സമയത്തൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ വെടിവെച്ച് അന്ന് ഇറച്ചി തിന്നാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതൊക്കെ നമ്മുടെ നിയമപാലകർക്ക് അന്വേഷിച്ചറിയാവുന്ന കാര്യമാണ്. അമേരിക്കയിൽ എങ്ങനെയാണ്, മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ്. പിന്നെ അമേരിക്കയിൽ ഉള്ളത് മാനിനെ തിന്നാൻ പാടില്ലാത്തതുകൊണ്ട് കേരളത്തിൽ കാട്ടുപന്നിയെ തിന്നുകൂടാ എന്നാരും പറയേണ്ട ആവശ്യമില്ല. കാരണം കേരളം പോഷകാഹാര ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യ മുഴുവനും അങ്ങനെയാണ്. അപ്പൊ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു പന്നിയെ വെടിവെച്ച് കൊന്നു കൊടുത്തു. അതായത് ഇതൊക്കെ പക്ഷേ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. അവിടുത്തെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഫോറസ്റ്റേഴ്സിന്റെ ഇനിഷ്യേറ്റീവ് വേണം. ഇവരെല്ലാരും കൂടി ഒത്തൊരുമയോട് കൂടി ചേർന്ന് വേണം എത്ര പന്നിയെ കൊല്ലാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. എന്നിട്ട് അവരായിട്ട് തന്നെ വേണം ഈ പന്നിയുടെ മാംസം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ. അങ്ങനെ വിട്ടുകൊടുത്ത് ആ മാംസം മനുഷ്യർ ഭക്ഷിക്കട്ടെ എന്ന തീരുമാനം തന്നെയാണ് നല്ലത്. കാരണം ഇവിടെ പോഷകാഹാര ദാരിദ്ര്യമുള്ള ഒരു നാട്ടില് ഇങ്ങനെയുള്ള മാംസമൊക്കെ കുഴിച്ചു മൂടുക എന്ന് പറയുന്നത് ഹീനകർമ്മമാണ്. അതല്ലാതെ ഒരിക്കലും സ്തുതി പാടേണ്ട ഒരു കർമ്മമല്ല. അപ്പൊ ഈ പന്നികളെയൊക്കെ തിന്നാനുള്ള അവസരം കൊടുക്കണം. പക്ഷെ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ചില ഉപാധികളോടെ ആയിരിക്കാം. ആ ഉപാധികൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ കാട്ടുപന്നിയെ പോലെയുള്ളവയെ കൊന്ന് അവിടുത്തെ മനുഷ്യർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അവയുടെ എണ്ണം കുറയ്ക്കുക. പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രിവെന്റീവ്സ്, അതായത് ജനങ്ങൾ അധിവസിക്കുന്നിടത്തേക്ക് കടന്നു വരാതിരിക്കത്തക്ക രീതിയിലുള്ള ഇതൊക്കെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല, ക്രമേണ മാത്രം. അതായത് ഡോക്ടർ ഐസക് അന്ന് 1 ലക്ഷം മുളന്തൈ നടുവെന്ന് പറഞ്ഞത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, ആ വർഷം 1 ലക്ഷം മുളന്തൈകൾ നട്ടിരുന്നുവെങ്കിൽ 16, 10, 10 വർഷം കഴിഞ്ഞു. ഇപ്പൊ 11ാമത്തെ വർഷമാണ്. ആ മുളന്തൈകളൊക്കെ കാട്ടിൽ ഇഷ്ടം പോലെ വളമുണ്ട്. ആ മുളന്തൈകളൊക്കെ എല്ലാം വളർന്നു വലുതാകും ഞാൻ പറയുന്നില്ല. കാരണം വളർന്നു വരുന്തോറും ഒരു തലപ്പ് വരുന്തോറും ആന വന്നത് തിന്നുപോകും. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ പോലും അതിനാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് അതിനെ പരിചരിപ്പിക്കണം എന്ന് പറഞ്ഞത്. വെള്ളം ഒഴിക്കേണ്ടടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരു വനാന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട സംഘർഷത്തിന് ഒരുപാട് കുറവ് വരും. അതിന് ബജറ്റിൽ ഒരു ഊന്നൽ കൊടുക്കുക തന്നെ വേണം. ബജറ്റിൽ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പിന്നെ അത് കൈകൊണ്ടെടുക്കില്ല എന്ന രീതി പോരാ. ഫോറസ്റ്റേഴ്സും വളരെ സിൻസിയർ ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെടണം. അപ്പൊ ഫോറസ്റ്റേഴ്സിന്റെ ഇടപെടലും അതുപോലെ തന്നെ തദ്ദേശവാസികളുടെ ഇടപെടലും ഒക്കെ ആകുമ്പോൾ, ഗവൺമെന്റിന്റെ ഇടപെടലും ഒക്കെ ആകുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും പരിഹാരം കാണാൻ കഴിയും. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് എന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവം. അതായത് അത് ഈ നമ്മുടെ അനന്തുവിന്റെ നഷ്ടം പോലെ ഒരു മഹാനഷ്ടമായിരുന്നു. അതായത് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന, അനന്ത് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു കസിൻ, അതിസുന്ദരനായ ഒരു അനുജൻ, അവൻ ഇങ്ങനെ രാവിലെ പാല് വിൽക്കാൻ പോവുകയായിരുന്നു. വയനാട് ജില്ലയിലെ നീർവാരം എന്ന സ്ഥലം നിങ്ങളിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ളതാകും. നീർവാരത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാല് വിൽക്കാൻ പോകുമ്പോൾ അന്ന് ആന നാട്ടിലിറങ്ങി അങ്ങനെ ഉപദ്രവിക്കാറില്ല. പക്ഷെ കാടിന്റെ ഒരറ്റത്ത് നിന്ന് വേറൊരു കാട്ടിലേക്കുള്ള പലായനം ആനയുടെ, അത് നേരം വെളുത്തുപോയി. ആൾക്കാരെല്ലാം കൂടി പന്തവുമായിട്ട് ആനയുടെ പുറകെ ചെന്നു. അങ്ങനെ ആന വെറി പിടിച്ച് ഓടി വരുന്ന അവസരത്തിലാണ് ജോസ് അതിന്റെ മുൻപിൽ പെടുന്നത്. തുമ്പിക്കൈ കൊണ്ട് ഒറ്റ അടിക്ക് അവനെ വീഴ്ച്ചു. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഓർമ്മിക്കുക, കുറുവാദ്വീപിന്റെ അടുത്ത് നിന്ന് 28 കിലോമീറ്റർ നടന്ന് 3 പുഴയും കടന്നാണ് ഞാൻ 9, 10, 11 ക്ലാസ്സുകളിൽ പഠിച്ചത്. അതായത് വടക്കേ വയനാട്ടിൽ നിന്ന് തെക്കേ വയനാട്ടിലെ നടവയൽ സെന്റ് തോമസ് സ്കൂളിൽ പോയാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ ഒരുപാട് റിസർവ് വനങ്ങളിലൂടെ ഞാൻ നടന്നു പോകുമായിരുന്നു. ആനയെ കാണാതിരിക്കാൻ വേണ്ടി കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നു ഞാൻ പോയിരുന്നത് എന്നതും കൂടി പറയുക. പക്ഷെ ഇപ്പോ
അതിന്റെയൊക്കെ ഫലമാണ് എനിക്ക് ഇപ്പോഴുള്ള ധൈര്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ പോയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ കാട്ടാനയെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഞാനാണ് ഇങ്ങനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ ജോസിനെ ഒരു സ്ട്രെച്ചറിൽ കടത്തി മാനന്തവാടി ജനറൽ ആശുപത്രിയിലേക്ക് കുറച്ചു പേർ കൂടി പിടിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് വലിയ സങ്കടമായി പോയി. അതായത് എൻ്റെ ഒരു കസിനാണ് അത് അങ്ങ് എടുത്തോണ്ട് പോകുന്ന വളരെ നല്ല കുട്ടിയായിരുന്നു. ഈ പറഞ്ഞതുപോലെ അനന്തുവിനെ പോലെ മിടുക്കനുമായിരുന്നു. അങ്ങനെയുള്ള ആ കുട്ടി എടുത്തോണ്ട് പോകുന്നു. തിരിച്ച് ഞാൻ സ്കൂൾ വിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ടാലും 5, 5:30, 6 മണിയൊക്കെ ആകാറാവും ഞാൻ ആ റിസർവ് വനത്തിലേക്ക് തിരിച്ചെത്താൻ. അങ്ങനെ എത്തുമ്പോഴത്തേക്കുമാണ് 28 കിലോമീറ്റർ നടന്നാണ് വരുന്നതെന്ന് ഓർക്കണം. അങ്ങനെ എത്തിയപ്പോൾ അവന്റെ ഡെഡ് ബോഡിയും എടുത്ത് തിരിച്ചു വരുന്നു. ആ കഥയൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. അങ്ങനെ എത്രയെത്ര ജീവനുകളാണ് ഓർക്കാപ്പുറത്ത് നഷ്ടപ്പെട്ടു. അതൊന്നും ആന കൊല്ലണമെന്ന് മനഃപൂർവ്വം വിചാരിച്ച് ഇറങ്ങി വരുന്നതല്ല, യാദൃച്ഛികമായി സംഭവിച്ചു പോകുന്നതാണ്. അത് ഇനിയും യാദൃച്ഛികമായിട്ടും അല്ലാതെയും ഇഷ്ടം പോലെ സംഭവിക്കാൻ സാധ്യതയുള്ള നാടാണ് ഈ പറയപ്പെട്ട 14 നിയോജക മണ്ഡലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ 14 നിയോജക മണ്ഡലങ്ങളിലും വേണ്ടത്ര കരുതൽ എടുക്കണം ഗവൺമെന്റ്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൃഷിക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി, ആ പ്രയോറിറ്റി കൃഷിക്ക് തന്നെ ഇപ്പൊ കേരളത്തിൽ ഒരു പ്രയോറിറ്റിയും കൊടുക്കാറില്ല. ഈ മരമണ്ടന്മാർ ഒരു മന്ത്രി പ്രസംഗിച്ചല്ലോ, കുട്ടനാട്ടിൽ എന്തിനാ നെല്ല് കൃഷി ചെയ്യുന്നതെന്ന്, നമുക്ക് ആന്ധ്രയിൽ നിന്നും പിന്നെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മേടിച്ചുകൂടെയെന്ന്. അങ്ങനെയുള്ള മരമണ്ടന്മാര് മന്ത്രിമാരായി വരുന്ന ഈ കേരളത്തില് നമ്മൾ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എങ്കിൽ പോലും കൃഷിക്ക് കൊടുക്കേണ്ട ഊന്നൽ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതാണ് ഡെമോക്രസി, അതാണ് ജനങ്ങളുടെ അവകാശങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു മാർഗം, ഒരു തന്ത്രം. അപ്പൊ അങ്ങനെ തന്ത്രത്തില് ഈ പറയപ്പെട്ട ഏത് ഗവൺമെന്റ്, നിങ്ങൾ നിലമ്പൂരില് വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോട് ചോദിക്കുക, നിങ്ങളിൽ ആരാണ് ഈ മനുഷ്യമൃഗ സംഘർഷത്തിന് അറുതി വരുത്താനുള്ള സത്വര നടപടികൾ എടുക്കുക? അതിനിവിടെ ധനപ്രതിസന്ധിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയുക, ശരി, നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച്, തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ചെയ്യുമോ? ചെയ്യുമെന്ന് ഉറപ്പു തരുന്നത് ആരോ അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. പ്രിയപ്പെട്ട നിലമ്പൂരിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ ചെയ്യാൻ മടി പറയുന്ന, അതായത് എന്തു വില കൊടുത്തും ഞാനിത് നടപ്പാക്കിയിരിക്കും, അതായത് ഒരു MLA വിചാരിച്ചാൽ സ്വന്തം തട്ടകത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, അതെത്ര വലിയ ചെലവുള്ള മാറ്റമാണെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയും. കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവനെ അല്ലെങ്കിൽ അവളെ നാം എന്തിന് MLA ആക്കണം? നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അസംബ്ലിയിലേക്കോ പാർലമെന്റിലേക്കോ അയക്കണം. അപ്പൊ നിങ്ങളുടെ പാർലമെന്റ്, നിങ്ങളുടെ MP-യോടും നിങ്ങളുടെ MLA-യോടും നിങ്ങൾ ആവശ്യപ്പെടണം, വളരെ ശക്തിയുക്തം ആവശ്യപ്പെടണം. അത് ഒരു അഭ്യർത്ഥനയായിരിക്കരുത്, ഒരാജ്ഞയായിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ചേർന്നുള്ള ഒരാജ്ഞ. ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നടത്തി തരുമെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ MLA ആവുക, നിങ്ങൾ ഞങ്ങളുടെ MP ആവുക. അതല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം മോഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ശക്തമായിട്ട് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ, അങ്ങനെ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ.